നമ്മൾ ഇന്നലെ പഠിച്ചത് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യമാണ്. അവിടെ നമ്മൾ കണ്ടത് നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. അവ എന്ന് പറയുമ്പോൾ പലതുണ്ട് എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ദൈവവചനത്തിൽ നിന്ന് കുറച്ചേറെ കാര്യങ്ങൾ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയുണ്ടായി. ഒരല്പം കൂടി കാര്യങ്ങൾ ചിന്തിക്കുന്നത് പ്രയോജനകരമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറയുന്നു: പിന്നിയ തലമുടി, പൊന്ന്, മുത്ത്, വിലയേറിയ വസ്ത്രം എന്നിവ കൊണ്ടല്ല, ദൈവഭക്തിയെ സ്വീകരിക്കുന്ന സ്ത്രീകൾക്ക് ഉചിതമാവും വണ്ണം സൽപ്രവൃത്തികളെ കൊണ്ടത്രേ അലങ്കരിക്കേണ്ടത്. ഇവിടെ സ്ത്രീകളെ കുറിച്ചാണ് പറയുന്നത്. അതിന് കാരണം ഒരുപക്ഷെ സ്ത്രീകളാണ് തങ്ങളെ തന്നെ അലങ്കരിക്കുന്നതിന് പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു രീതിയുണ്ടല്ലോ, സ്ത്രീകളാണ് സൗന്ദര്യമായിട്ട് നടക്കാനായിട്ട് പുരുഷന്മാരെക്കാൾ ഏറെ താല്പര്യപ്പെടുന്നതായിട്ടുള്ള ആളുകൾ. അപ്പോൾ അതിന് സൗന്ദര്യ വർദ്ധിപ്പിക്കുന്നതിന് അവരുപയോഗിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ: തലമുടി പിന്നുക, പഴയ കാലത്ത് ഇല്ലാതിരുന്ന ഒരു പരിപാടി ഇപ്പോഴുണ്ട്, വെളുത്ത മുടിയൊക്കെ കറുപ്പിക്കുക, തലമുടി പിന്നുക, പിന്നെ ആഭരണങ്ങൾ അണിയുക, പിന്നെ വിലയേറിയ വസ്ത്രം ധരിക്കുക. ഇതൊക്കെയാണ് പൊതുവെ ആളുകൾ അവരെ തന്നെ അലങ്കരിക്കുന്നതിന് ഉപയോഗിക്കുന്നതായിട്ടുള്ള വഴികൾ. ഇത് സ്ത്രീകൾ പ്രത്യേകിച്ചും, എന്നാൽ പുരുഷന്മാരും അല്ലെങ്കിൽ അവരുടെ സൗന്ദര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ അലങ്കാരത്തെക്കുറിച്ച് താല്പര്യമുള്ള ആളുകളാണ്. സ്ത്രീകളുടെ അത്രയും ആ അളവിൽ ഇല്ലെങ്കിൽ പോലും. അപ്പോൾ ദൈവമക്കളായിരിക്കുന്ന ആളുകൾ അവരെ എങ്ങനെയാണ് അലങ്കരിക്കേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ തലമുടി പിന്നിയതോ, പൊന്നോ, മുത്തോ, വിലയേറിയ വസ്ത്രമോ അതുകൊണ്ടല്ല, എന്നിവ കൊണ്ടല്ല അലങ്കരിക്കേണ്ടത്. അത് ഒക്കെ ലോകത്തിലുള്ള ആളുകൾ അവരെ അലങ്കരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതായിട്ടുള്ള മാർഗങ്ങളാണ്. എന്നാൽ ദൈവ മക്കളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതായിട്ടുള്ള പദം എന്ന് പറയുന്നത് ദൈവഭക്തിയെ സ്വീകരിക്കുന്ന സ്ത്രീകൾക്ക് ഉചിതമാകും വണ്ണം. അപ്പോൾ ദൈവഭക്തിയെ സ്വീകരിക്കുന്നതായിട്ടുള്ള സ്ത്രീകൾക്ക് ഉചിതമായ ഒരു അലങ്കാരം എന്ന് പറയുന്നത് അത് തലമുടി പിന്നുന്നതിലോ, പൊന്ന്, മുത്ത്, അതുപോലെയുള്ള ആഭരണങ്ങൾ ധരിക്കുന്നതിലോ, വിലയേറിയ വസ്ത്രം ഉപയോഗിക്കുന്നതിലോ അല്ല, മറിച്ച് സൽപ്രവൃത്തികളെ കൊണ്ടാണ് അലങ്കരിക്കേണ്ടത് എന്നാണ്. നമുക്കറിയാമല്ലോ, അലങ്കാരം എന്ന് പറയുന്നത് എപ്പോഴും മറ്റുള്ളവര് ശ്രദ്ധിക്കുന്നതായിട്ടുള്ള കാര്യമാണ്. പലരും അലങ്കാരം എന്ന് പറയുന്നത് മറ്റുള്ളവരെ ആകർഷിക്കുന്നതിന് വേണ്ടിയാണ്. പിന്നെ ചിലരൊക്കെ പറയും അത് ഞങ്ങളുടെ ഒരു കോൺഫിഡൻസിന്റെ ഒരു വിഷയമാണ് എന്നൊക്കെ പറയാറുണ്ട്. അതൊക്കെ നമ്മളുടെ മാനസികാവസ്ഥയ്ക്ക് അനുസരിച്ച് രൂപപ്പെടുത്തിയിരിക്കുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ എന്ന് മാത്രമേ അതിനെക്കുറിച്ച് പറയുവാനായിട്ടുള്ളൂ. അപ്പോൾ ദൈവഭക്തിയെ സ്വീകരിക്കുന്ന സ്ത്രീകൾക്ക് ഉചിതമാകും വണ്ണം സൽപ്രവൃത്തികളെ കൊണ്ട് അത്ര അലങ്കരിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ സഹോദരന്മാരും സഹോദരിമാരും ഒക്കെ അവരുടെ അലങ്കാരത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടത് ആഭരണങ്ങളല്ല, അതുപോലെ ഉള്ള കാര്യങ്ങളൊന്നുമല്ല, മറിച്ച് സൽപ്രവൃത്തികളെ കൊണ്ടാണ് എന്ന് നാം ദൈവവചനത്തിൽ വായിക്കുന്നു. അപ്പോൾ നമ്മെക്കുറിച്ച് ആളുകൾ കാണുമ്പോൾ നമ്മെ ആളുകൾ ഇഷ്ടപ്പെടുന്നതും നാം മറ്റുള്ളവരെ ആകർഷിക്കേണ്ടതും നമ്മുടെ വസ്ത്രധാരണത്തിലൂടെയോ അതല്ല എങ്കിൽ നമ്മുടെ ഭൗതികമായിട്ടുള്ള ഏതെങ്കിലും നിലകളിൽ കൂടെ അല്ല, മറിച്ച് നാം സൽപ്രവൃത്തികൾക്ക് പേരുകേട്ട ആളുകളായിട്ടാണ് എന്ന് നമുക്കിവിടെ നിന്നും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. വീണ്ടും അതിനെക്കുറിച്ച് മറ്റു ചില വേദഭാഗങ്ങളിലേക്ക് നാം വരുമ്പോൾ തിമോത്തിയോസിന് തന്നെ എഴുതിയ 2-ാമത്തെ ലേഖനത്തിൽ 3-ാം അധ്യായത്തിന്റെ 16-ഉം 17-ഉം വാക്യങ്ങൾ നാം വായിക്കുന്നത്: എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന്
ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. അപ്പോൾ എന്തിനാണ് ദൈവത്തിന്റെ വചനം നൽകിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, അത് ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിനാണ്. ദൈവത്തിന്റെ മനുഷ്യൻ, ഒരാൾ ദൈവത്തിന്റെ ഭാഗത്തേക്ക് കടന്നു വന്നാൽ, വീണ്ടുജന്മം പ്രാപിച്ച് അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടാൽ അവനെക്കുറിച്ച് പറയുന്നത് അവൻ ദൈവത്തിന്റെ മനുഷ്യൻ എന്നാണ്. അങ്ങനെ ദൈവത്തിന്റെ മനുഷ്യൻ തികഞ്ഞവനാകണം. തികഞ്ഞവനാകുന്ന ഒരു വഴിയിലൂടെയുള്ള ഒരു യാത്രയാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് ഒരു വ്യക്തിക്ക് അങ്ങനെ തികഞ്ഞവനാകുവാനായിട്ട് സാധിക്കുക എന്ന് ചോദിച്ചാൽ, സകല സൽപ്രവൃത്തികൾക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് എന്നാണ്. അപ്പോൾ ഒരു വ്യക്തി, ഒരു ദൈവ പൈതൽ, അവർ തികഞ്ഞവരാകുന്ന പ്രക്രിയയിൽ അവരിൽ ഉണ്ടാവുന്നതായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അവര് സൽപ്രവൃത്തികളിൽ മുമ്പന്മാരായിട്ട് തീരും എന്നുള്ള കാര്യമാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം? സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള അല്ലെങ്കിൽ സൽപ്രവൃത്തികൾക്ക് വകപ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് എന്തൊക്കെ ചെയ്യണമെന്നുള്ളതാണ് 17-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. അവിടെ ഉപദേശമുണ്ട്, ശാസനയുണ്ട്, ഗുണീകരണമുണ്ട്, നീതിയിലെ അഭ്യാസമുണ്ട്. ഇതെല്ലാം ചെയ്ത് ഒരു ദൈവത്തിന്റെ മനുഷ്യനെ സൽപ്രവൃത്തികൾക്ക് വക പ്രാപിച്ച് തികഞ്ഞവനാക്കുക എന്നുള്ളതാണ് തിരുവെഴുത്തുകളുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, നാം അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ദൈവവചനം നമുക്ക് നൽകിയിരിക്കുന്നത് എന്താണ്? അതിന്റെ ഉദ്ദേശം എന്താണ് എന്ന് ചോദിച്ചാൽ, നാം എല്ലാവരും സൽപ്രവൃത്തികൾക്ക് വക പ്രാപിച്ച് തികഞ്ഞവനാകണം. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് ദൈവവചനം നമുക്ക് നൽകിയിരിക്കുന്നു. ആ ദൈവവചനത്തിലൂടെ ഉപദേശവും ശാസനയും ഗുണീകരണവും നീതിയിലെ അഭ്യാസത്തിനും ഇടയുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള ആവശ്യമുണ്ട് എന്നാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ശരി, വീണ്ടും തീത്തോസിന് ലേഖനം എഴുതുമ്പോൾ പൗലോസ് അപ്പോസ്തലന്റെ നാം ശ്രദ്ധിച്ചാൽ എല്ലാ ലേഖനങ്ങളിലും ഇത് സംബന്ധിച്ച് വളരെ കൃത്യമായ നിർദ്ദേശങ്ങൾ ഉള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. തിമോത്തിയോസിനുള്ള ലേഖനത്തിൽ നമ്മൾ കണ്ടു. ഇന്നലെയും നമ്മൾ മറ്റ് ലേഖനങ്ങളിൽ നിന്ന് അതിനെക്കുറിച്ച് പഠിക്കുകയുണ്ടായി. ഇന്ന് തീത്തോസിന് ലേഖനം എഴുതുമ്പോൾ അവിടെ പൗലോസ് അപ്പോസ്തലൻ എഴുതുന്നത്, വിരോധി നമ്മെ കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിലും നിന്നെ തന്നെ സൽപ്രവൃത്തികൾക്ക് മാതൃകയാക്കി കാണിക്കുക. അപ്പോൾ അത് തീത്തോസിനുള്ളതായ ഒരു നിർദ്ദേശമാണ്. തീത്തോസ് തൻ്റെ ഒരു ശുശ്രൂഷകനാണ്, അല്ലെങ്കിൽ സഹപ്രവർത്തകനാണ്. സുവിശേഷത്തിന്റെ പ്രചാരണത്തിൽ, വേലയിൽ തന്നോട് കൂടെ നിൽക്കുന്നതായിട്ടുള്ള ഒരാളാണ്. ഏറ്റവും ഉത്സാഹത്തോടെ നിൽക്കുന്നതായിട്ടുള്ള ഒരാളാണ് തീത്തോസ്. അപ്പോൾ തീത്തോസിനോട് പൗലോസ് പറയുകയാണ്, നീ നിന്നെ തന്നെ സൽപ്രവൃത്തികൾക്ക് മാതൃകയാക്കി കാണിക്കുക. സൽപ്രവൃത്തികൾക്ക് മാതൃകയാക്കി കാണിക്കുക എന്ന് പറയുമ്പോൾ, മറ്റുള്ളവർ എല്ലാവരും ഒരുപക്ഷെ തന്നെ അറിയാവുന്നതും തന്നോട് കൂടെ സഹകരിക്കുന്നതും താൻ അംഗമായിരിക്കുന്നതുമായിട്ടുള്ള സഭയിലെ എല്ലാവർക്കും സൽപ്രവൃത്തികൾക്ക് ഒരു മാതൃകയായിട്ട് തീത്തോസ് ഇരിക്കേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ, അങ്ങനെ ഇരുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? വിരോധി നമ്മെ കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിനെന്നാണ്. അപ്പോൾ വിരോധി നമ്മെ കൊണ്ട് തിന്മ പറയും എന്നുള്ളതാണ് അത് അർത്ഥമാക്കിയിരിക്കുന്നത്. ഇവിടെ വിരോധി ആരാണ് എന്ന് ചോദിച്ചാൽ, ഇത് പിശാചിനെ കുറിച്ചാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. കാരണം സഭയിലുള്ള ഏതെങ്കിലും ആളുകളെ വിരോധികൾ എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയില്ല. സഹോദരന്മാരാണ്. അതുമാത്രവുമല്ല, ഇവിടെ ഏകവചനമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വിരോധികൾ എന്നുള്ള വാക്കല്ല, മറിച്ച് വിരോധി എന്നാണ്. അപ്പോൾ ഒരു ഏകവചനത്തിൽ പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അത് പിശാചിനെ കുറിച്ചാണ്. അപ്പോൾ നാം സൽപ്രവൃത്തികൾക്ക് മാതൃകയാക്കി കാണിച്ചില്ല, അല്ലെങ്കിൽ സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തി ഇല്ലാത്ത ഒരു ജീവിതമാണ് നമുക്കുള്ളതെങ്കിൽ, വിരോധി, അതായത് പിശാച്, നമ്മെക്കുറിച്ച് പിതാവിന്റെ സന്നിധിയിൽ തിന്മ പറയും എന്നാണ്. തിന്മ പറയും എന്നാണ് പോയി പറയുക. നമുക്കിത്, ഞാൻ ഇനി പറയുന്ന ഒരു ഭാവനയാണ്, എൻ്റെ ഭാവനയാണ്. അത് അങ്ങനെ തന്നെ ഒന്നും ആയിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. നാം എഫെസ്യർ ലേഖനം 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ വായിച്ചത്, മുന്നൊരുക്കിയിരിക്കുന്ന സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു എന്നാണ്.
അപ്പോൾ അങ്ങനെ സൽപ്രവൃത്തികളൊന്നും നാം ചെയ്യുന്നില്ല, നമുക്കതിനെക്കുറിച്ച് താല്പര്യവുമില്ല എങ്കിൽ പിശാച് ദൈവത്തിന്റെ അടുക്കൽ ചെന്ന് പറയുവാനായിട്ട് സാധ്യതയുള്ള കാര്യം എന്ന് പറയുന്നത് ഒരു പക്ഷെ ഇങ്ങനെ ആയിരിക്കാം. ഞാൻ ആദ്യമേ പറയുന്നു, അതെന്റെ ഭാവനയാണ്. നീ സൗജന്യമായ രക്ഷയൊക്കെ കൊടുത്ത് നിന്റെ പുത്രനെ കാൽവരിയിൽ ഒരു യാഗമായിട്ടൊക്കെ സമർപ്പിച്ച് അർപ്പിച്ച് കുറച്ച് ആളുകളെയൊക്കെ നീ വീണ്ടെടുത്ത് മക്കളൊക്കെയാണെന്ന് പറഞ്ഞ് കൊണ്ടുവന്നല്ലോ. അവരെ കൊണ്ട് എന്താണ് പ്രയോജനം? അവരുടെ ജീവിതം ഒന്ന് നോക്കിക്കേ. യാതൊരു ഗുണവുമില്ലാത്ത ആളുകളായിട്ട്, അവര് സ്വസ്നേഹികളും സ്വാർത്ഥരുമായിട്ടുള്ള ആളുകളാണ് പൊതുവിൽ ഈ സൽപ്രവൃത്തികൾക്ക് മുതിരാത്തതായിട്ടുള്ള ആളുകൾ എന്ന് നമുക്കറിയാം. അപ്പോൾ അവര് വളരെ സ്വാർത്ഥരും സ്വസ്നേഹികളുമായിട്ടല്ലേ ജീവിക്കുന്നത് എന്ന് കർത്താവിന്റെ അടുക്കൽ ചെന്ന് ഒരു പക്ഷേ ആക്ഷേപം ഉന്നയിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമുക്കതിനൊരു ഉദാഹരണമുണ്ട്. ഇയ്യോബിനെ സംബന്ധിച്ച് ദൈവത്തിന്റെ അടുക്കൽ പിശാച് സാത്താൻ ചെന്ന് സംസാരിക്കുന്നത് നമുക്കറിയാമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു തിന്മയും നമ്മളെക്കുറിച്ച് പക പറയുവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിലും നമ്മെ തന്നെ സൽപ്രവൃത്തികൾക്ക് മാതൃകയാക്കി കാണിക്കണം. അപ്പോൾ നാം അങ്ങനെ സൽപ്രവൃത്തികളിൽ യാതൊരു താല്പര്യവുമില്ലാത്ത ആളുകളാണ് എങ്കിൽ പിതാവ് എന്ത് പറയും പിശാചിന്റെ അടുത്ത്? നമ്മുടെ നാട്ടുഭാഷ പറഞ്ഞാൽ ഉത്തരം മുട്ടിപ്പോകും അല്ലേ? യാതൊന്നും പറയുവാനായിട്ട് അവിടെ ഉണ്ടാകുകയില്ല. അപ്പോൾ നമ്മെക്കുറിച്ച് ദൂഷണം പറയുവാനായിട്ട് ദൈവസന്നിധിയിൽ കടന്നു പോകുന്നതായിട്ടുള്ള പിശാചിന് ഒന്നും പറയാൻ വകയില്ലാതെ ലജ്ജിക്കണം. നമ്മളെ ഓരോരുത്തരെയും സംബന്ധിച്ച് പിശാചിന് യാതൊരു ആക്ഷേപവും ഉന്നയിക്കാനായിട്ട്, ദൈവസന്നിധിയിൽ ഉന്നയിക്കുവാനായിട്ട് നാം അവസരം കൊടുക്കരുത്. അങ്ങനെ അവസരം കൊടുക്കാതിരിക്കണമെങ്കിൽ നാം എല്ലാവരും സൽപ്രവൃത്തികൾ ചെയ്യാൻ വളരെ താല്പര്യമുള്ള ആളുകളായിരിക്കണം എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പിന്നെ മുന്നൊരുക്കപ്പെട്ട സൽപ്രവൃത്തികൾക്കായിട്ട് നമ്മെ ക്രിസ്തുയേശുവിൽ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് നമ്മൾ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ വായിക്കുമ്പോൾ, നമ്മൾ തീത്തോസിന് എഴുതിയ ലേഖനത്തിൽ അതിനോട് സമാനമായിട്ടുള്ള മറ്റൊരു പ്രസ്താവന നമുക്ക് കാണുവാനായിട്ട് കഴിയും. തീത്തോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. അപ്പോൾ ഇവിടെ കർത്താവിന്റെ മരണം എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ചോദിച്ചാൽ, സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് നമുക്ക് വേണ്ടി കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ മുന്നൊരുക്കപ്പെട്ട സൽപ്രവൃത്തികൾ എന്ന് അവിടെ വായിക്കുമ്പോൾ, ഇവിടെ കർത്താവായ യേശുക്രിസ്തു തന്നെ നമുക്ക് വേണ്ടി കാൽവരിയിൽ ഒരു യാഗമായതിന്റെ ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചാൽ, എല്ലാ അധർമ്മത്തിൽ നിന്നും, നമ്മുടെ എല്ലാ പാപത്തിൽ നിന്നും നമ്മെ വീണ്ടെടുത്ത് നമ്മെ അങ്ങനെ വെച്ചിരിക്കുന്നതിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കണം. അപ്പോൾ പിതാവിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് സൽപ്രവൃത്തികൾ ചെയ്യുന്നവർ എന്നല്ല, സൽപ്രവൃത്തികൾ ശുഷ്കാന്തിയുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലും ചെയ്യുന്ന ആളുകളെ കുറിച്ചല്ല എന്ന് നമുക്കറിയാമല്ലോ. അതിനു വേണ്ടിയിട്ടുള്ള വലിയ ഒരു ആഗ്രഹം, വാഞ്ച, ഉത്സാഹം ഉള്ള ഒരു പറ്റം ആളുകളായിട്ട് സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ തനിക്ക് വേണ്ടി വേർതിരിക്കണം. അപ്പോൾ സ്വന്തം ജനത്തെക്കുറിച്ചുള്ളതായ ദൈവിക കാഴ്ചപ്പാടെന്ന് പറയുന്നത് അവര് നല്ല സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള ആളുകളായിരിക്കണമെന്നാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മെ വേർതിരിച്ചിരിക്കുന്നത് എന്നാണ് ഇവിടെ നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നത്. അതിനുവേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു നമ്മൾ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ വായിക്കുമ്പോൾ, ഇവിടെ തനിക്ക് ഒരു സ്വന്തം ജനം വേണം. ആ സ്വന്തം ജനത്തിനെ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി വേർതിരിച്ചെടുക്കണം. ആ പ്രത്യേക കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സൽപ്രവൃത്തികൾക്ക് ശുഷ്കാന്തിയുള്ള ഒരു കൂട്ടമായിട്ട് അവരെ വളർത്തണം. അതിനു വേണ്ടിയിട്ടാണ് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തത്. അപ്പൊ കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെ ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചാൽ, തീത്തോസിന് ലേഖനം എഴുതുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഇങ്ങനെയാണ്. അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ പാപത്തിന്റെ മോചനത്തിനാണെന്ന് പറയാം, നമ്മുടെ രക്ഷയ്ക്കാണെന്ന് പറയാം, നമ്മളെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം തരുന്നതിനാണെന്ന് പറയാം. ഇങ്ങനെയുള്ള പല ഉത്തരങ്ങൾ പറയാം. അതൊക്കെ ശരിയാണ്. എന്നാൽ ഇതും അതിനോട് ചേർന്ന് പോകുന്നതായിട്ടുള്ള ശരിയായിട്ടുള്ള ഒരു ഉത്തരം തന്നെയാണ്.
അപ്പോൾ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2:10 നാം വായിച്ചതായിട്ടുള്ള കാര്യത്തെ ഉറപ്പിക്കുന്നതായിട്ടുള്ള കാര്യമാണ് നമുക്ക് ഇവിടെയും കാണുവാനായിട്ട് സാധിക്കുന്നത്. തീത്തുസിന് എഴുതുമ്പോൾ വീണ്ടും അതിന്റെ 3-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത്, വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കീഴടങ്ങി അനുസരിപ്പാനും സകല സൽപ്രവൃത്തിക്കും ഒരുങ്ങിയിരിപ്പാനും ആരെക്കൊണ്ടും ദൂഷണം പറയാതെയും കലഹിക്കാതെയും ശാന്തന്മാരായി സകല മനുഷ്യരോടും പൂർണ്ണ സൗമ്യത കാണിപ്പാനും അവരെ ഓർമ്മപ്പെടുത്തുക. അപ്പോൾ ഇവിടെ പല വിഷയങ്ങൾ പറയുന്നുണ്ട്. വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കീഴടങ്ങി അനുസരിക്കണം. അതായത് നമ്മളുടെ മേൽ വെച്ചിരിക്കുന്നതായിട്ടുള്ള ഭൗതികമായ അധികാരങ്ങൾ, ഗവൺമെന്റ് അവർക്ക് കീഴടങ്ങി അനുസരിക്കണം. പിന്നെ 2-ാമത്തെ കൽപ്പന എന്ന് പറയുന്നത് സകല സൽപ്രവൃത്തിക്കും ഒരുങ്ങിയിരിക്കണം. അതായത് ദൈവത്തിന്റെ മക്കൾ ഏത് സൽപ്രവൃത്തി ചെയ്യാനായിട്ട് കിട്ടുന്ന അവസരത്തിനു വേണ്ടിയും എപ്പോഴും ഒരുങ്ങിയിരിക്കണം. എവിടെയാണ് ഒരു സൽപ്രവൃത്തി ചെയ്യാനായിട്ട് ഒരവസരം കിട്ടുക എന്നുള്ളത് നോക്കിയിരുന്ന് അവിടെ അത് ചെയ്യുന്ന ഒരു മനോഭാവമാണ് യഥാർത്ഥത്തിൽ ദൈവമക്കൾക്ക് വേണ്ടത്. കാരണം ദൈവിക ജീവൻ നമ്മൾ വ്യാപരിക്കുകയും നാം ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിൽ ജീവിക്കുകയും ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഒരുക്കം നമ്മളിൽ ഉളവാകും. അപ്പോൾ അതുകൊണ്ട് നാം എപ്പോഴും ഒരുങ്ങിയിരിക്കേണ്ട ഒരു കാര്യം, അല്ലെ? നാം ഉണർന്നും സുബോധവുമായിട്ടിരിക്കുക. ഉറങ്ങുന്നവരെ അനേകരെ പോലെയല്ല, മറ്റുള്ളവരെ പോലെയല്ല, ഉണർന്നും സുബോധവുമായിട്ടിരിക്കണം എന്ന് പറയുമ്പോൾ നമ്മളുടെ ആ ഒരുക്കം എന്ന് പറയുന്നത് ഈ സൽപ്രവൃത്തികൾക്ക് എന്തെങ്കിലും ഒരു സാധ്യത കിട്ടിയാൽ അവിടെ അത് ചെയ്യണം എന്നുള്ളതായ കാര്യങ്ങളാണ്. ആരെക്കൊണ്ടും ദൂഷണം പറയരുത്, കലഹിക്കരുത്, ശാന്തന്മാരായിരിക്കണം, സകല മനുഷ്യരോടും പൂർണ്ണ സൗമ്യത കാണിക്കണം. ഇതിന്റെ ഒക്കെ കൂടെ പറയുന്നതായിട്ടുള്ളൊരു കാര്യമാണ് സകല സൽപ്രവൃത്തികൾ. നിങ്ങൾക്ക് വല്ലപ്പോഴും ഒക്കെ ഒരവസരം കിട്ടിയാൽ അത് ചെയ്യാതിരിക്കരുത്, അല്ലെങ്കിൽ ചെയ്യണം എന്നുള്ള നിലയിലല്ല, മറിച്ച് എന്ത് അവസരത്തിന് വേണ്ടിയും ആകാംക്ഷയോടെ, കഴിഞ്ഞ വാക്യത്തിൽ നമ്മൾ വായിച്ചത് ശുഷ്കാന്തിയുള്ള ഒരു മനോഭാവത്തോടു കൂടി നാം ഇരിക്കണം എന്നാണ് ദൈവവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. പിന്നെ വീണ്ടും തീത്തോസ് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഈ വചനം വിശ്വാസയോഗ്യം, ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവൃത്തികളിൽ ഉത്സാഹികളായിരിക്കാൻ കരുതേണ്ടതിന് നീ ഇത് ഉറപ്പിച്ചു പറയണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. ഇത് ശുഭവും മനുഷ്യർക്ക് ഉപകാരവുമാകുന്നു. അപ്പോൾ ദൈവത്തിൽ വിശ്വസിച്ചവർ, ഈ വചനം വിശ്വാസയോഗ്യം എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. ഏത് വചനം? ഈ വചനം വിശ്വാസയോഗ്യമാണെന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. ആ വചനം എന്ന് പറയുകയാണ്. അവിടെ ശ്രദ്ധിച്ചാൽ അവിടെ ഒരു സെമിക്കോളൻ, ഒരു കുത്തും അതിന്റെ അടിയിൽ ഒരു കോമയുമാണ് ഇട്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അതിനെ എന്താണ് അതിനെക്കുറിച്ച് പിന്നെ പറയാനായിട്ട് പോകുന്നത് എന്നുള്ളതാണ് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ദൈവത്തിൽ വിശ്വസിച്ചവർ, അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവർ, അല്ലെങ്കിൽ വീണ്ടും ജനനം പ്രാപിച്ചവർ സൽപ്രവൃത്തികളിൽ ഉത്സാഹികളായിരിക്കാൻ കരുതേണ്ടതിന് നീ ഇത് ഉറപ്പിച്ചു പറയണം. അതൊന്ന് പറഞ്ഞു പോകണമെന്നല്ല, അത് പഠിപ്പിക്കണമെന്നല്ല. നേരത്തെ നമ്മൾ പഠിപ്പിച്ചു ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസനത്തിനും. ഒരുപക്ഷെ സൽപ്രവൃത്തികൾ ചെയ്യാനായിട്ട് ദൈവമക്കൾ തയ്യാറാകുന്നില്ലെങ്കിൽ അവരെ ശാസിക്കാനുള്ള അവകാശം പോലും ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ട് എന്നുള്ളതാണ് തിമോത്തിയോസിനോട് പറയുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ശാസിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. കാരണം അവര് അങ്ങനെയാണ് തികഞ്ഞവരായി തീരുവാനായിട്ട് അവർക്ക് കഴിയുകയുള്ളൂ. ഇവിടെ പറയുന്നത് നീ ഇത് ഉറപ്പിച്ച് പറയണം. അങ്ങനെ വളരെ നിസ്സാരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അവസരം കിട്ടിയാൽ അങ്ങനെയുള്ള വാക്കുകളൊന്നുമല്ല, മറിച്ച് ഇത് ഉറപ്പിച്ച് പറയണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. പൗലോസ് അപ്പോസ്തലന്റെ ഇച്ഛയാണ്. ഈ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും വേണ്ട, അല്ലെ? നമ്മുടെ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ ഈ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും നാം ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. ഇത് ഉറപ്പിച്ച് പറഞ്ഞുകൊള്ളണം എന്നാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, എത്രത്തോളം പ്രാധാന്യമാണ് ഈ സൽപ്രവൃത്തികൾ എന്നുള്ള കാര്യത്തിൽ ദൈവമക്കൾക്ക് ആവശ്യം അല്ലെങ്കിൽ ഉള്ളത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എന്തിനാണ് സഭായോഗം? ഇത് നാം ചിലപ്പോഴൊക്കെ ചിന്തിച്ചിട്ടുള്ളതായിട്ടുള്ളൊരു കാര്യമാണ്. എന്തിനാണ് സഭായോഗം എന്ന് ചോദിച്ചാൽ, എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ ലേഖനകാരൻ പറയുന്നത് പ്രകാരമാണ്. എന്തിനാണ് സഭായോഗം? സഭായോഗം ഉപേക്ഷിക്കരുത്, തമ്മിൽ പ്രബോധിപ്പിക്കണം. തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യണം?
സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിക്കാൻ അന്യോന്യം സൂക്ഷിച്ചു കൊള്ളുക. അപ്പോൾ എല്ലാവരും അന്യോന്യം സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. എന്താണ്? അന്യോന്യമുള്ള സ്നേഹം, അതുപോലെ തന്നെ സൽപ്രവൃത്തികൾക്കുള്ള ഉത്സാഹം. സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കുമുള്ള ഉത്സാഹം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് സഭായോഗങ്ങളിൽ നാം സഭായോഗങ്ങളെ അലക്ഷ്യമാക്കാതെ അല്ലെങ്കിൽ ഉപേക്ഷിക്കാതെ സഭായോഗങ്ങളിൽ പോകുന്നത് എന്നുള്ള കാര്യവും നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അന്യോന്യം സൂക്ഷിച്ചു കൊള്ളണം. നാം അങ്ങനെ നമ്മുടെ സഭയിലെ സഹോദരന്മാരും സഹോദരിമാരും ഒക്കെ സൽപ്രവൃത്തികളിൽ ഉത്സാഹികളായിരിക്കണം എന്നുള്ള നിലയിൽ ഉള്ള പ്രബോധനം പറയാറുണ്ടോ? അല്ലെങ്കിൽ സൽപ്രവൃത്തികൾക്കൊക്കെ ഒരുങ്ങിയിരിക്കണം, എന്തൊക്കെ സൽപ്രവൃത്തികളാണ് ചെയ്തത്, എന്തൊക്കെ അവസരങ്ങൾ ലഭിച്ചു, എന്തൊക്കെ അവസരങ്ങൾ അന്വേഷിച്ചു എന്നൊക്കെ നമ്മൾ അങ്ങനെ അന്വേഷിക്കാറുണ്ടോ? ഇല്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇത് ഞായറാഴ്ച മാത്രമല്ല, ഞായറാഴ്ച അതിനുള്ള ഒരു പൊതുവായിട്ടുള്ള സ്ഥലമാണ്, വേദിയാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഈ സൽപ്രവൃത്തികൾക്ക് വേണ്ടുന്നതായിട്ടുള്ള ഉത്സാഹം, പ്രോത്സാഹനം, ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ദൈവമക്കൾക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അങ്ങനെ സൽപ്രവൃത്തികൾ ഉണ്ടായില്ലെങ്കിൽ എന്തെല്ലാം പ്രത്യാഘാതങ്ങളുണ്ട്, അതിന്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് ദൈവവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കും. നാം അതിനെക്കുറിച്ചൊക്കെ അല്പമായി ചില വാക്യങ്ങളിലൂടെ നമ്മൾ കാണുകയുണ്ടായി. അതുപോലെ തന്നെ തീത്തോസിന് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തില് വീണ്ടും നമ്മൾ കാണുന്നതായിട്ടൊരു കാര്യം, നമുക്കുള്ളവരും ഫലമില്ലാത്തവർ ആകാതെ അത്യാവശ്യ സംഗതികളിൽ സൽപ്രവൃത്തികൾക്ക് മുമ്പന്മാരായിരിക്കാൻ പഠിക്കട്ടെ. അതായത് സൽപ്രവൃത്തികളിൽ നാം മുമ്പന്മാര് ആയിരിക്കുന്നില്ല എങ്കിൽ നമുക്കുള്ളവർ ഫലമില്ലാത്തവരായി തീരും എന്നുള്ളതാണ്. നാം ഫലമുള്ളവരായി തീരണം എന്നുള്ളതിനെ സംബന്ധിച്ച് നാം കഴിഞ്ഞ ഞായറാഴ്ച പഠിക്കുകയുണ്ടായി. ഫലമില്ലാത്ത വൃക്ഷത്തെ എന്ത് ചെയ്യുമെന്നാണ് നാം യോഹന്നാന്റെ സുവിശേഷത്തിന്റെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ ലേഖനങ്ങളുടെ അടിസ്ഥാനത്തിലും നാം മനസ്സിലാക്കിയത്. വൃക്ഷത്തിന്റെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുന്നു, ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിൽ ഇട്ട് ചുട്ടുകളയും എന്നാണ് നാം അവിടെ കണ്ടത്. അപ്പോൾ ഇവിടെ നമുക്കുള്ളവരും ഫലമില്ലാത്തവരാകാതെ അത്യാവശ്യ സംഗതികളിൽ സൽപ്രവൃത്തികൾക്ക് മുമ്പന്മാരായിരിക്കാൻ പഠിക്കണം. അപ്പോൾ പിമ്പിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ചെയ്യുക എന്നുള്ളതല്ല, മറിച്ച് ഈ സൽപ്രവൃത്തികളെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ നാം എല്ലാവർക്കും മുമ്പന്മാരാകണം. നമുക്കറിയാമല്ലോ, പൊതുവെ മനുഷ്യർക്കൊരു എല്ലാറ്റിലും ഒരു മുൻസ്ഥാനം ആഗ്രഹിക്കുന്ന ആളുകളാണ്. പൊതുവെ ആളുകൾ അങ്ങനെയാണ്. അതായത് നമ്മെ എല്ലാവരും വളരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും അതുപോലെ തന്നെ ആദരിക്കുകയും ചെയ്യണം, എല്ലാവരേക്കാൾ മുമ്പിൽ കയറണം എന്നൊക്കെയുള്ള ആഗ്രഹം സ്വാഭാവികമായിട്ടും മനുഷ്യരുടെ ഇടയിലുണ്ട്. എന്നാൽ ഇവിടെ മുമ്പന്മാരായിരിക്കണം എന്ന് പറയുന്നത് സൽപ്രവൃത്തികളുടെ കാര്യത്തിലാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഈ സൽപ്രവൃത്തികളൊക്കെ ഇങ്ങനെ ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യങ്ങൾ ലേഖനങ്ങളിലൂടെ എഴുതുമ്പോഴും അതുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് ചില ഉദാഹരണങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. ഉണ്ടായിരുന്നതായിട്ടുള്ള പല ആളുകളെ കുറിച്ചുണ്ട്. അതിലൊരു ഉദാഹരണം അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായത്തിന്റെ 36 മുതലുള്ള വാക്യങ്ങളിൽ യോപ്പയിൽ പേടമാൻ എന്നർത്ഥമുള്ള തബീത്ത എന്നു പേരുള്ള ഒരു ശിഷ്യയുണ്ടായിരുന്നു. അവൾ വളരെ സൽപ്രവൃത്തികളും ധർമ്മങ്ങളും ചെയ്തു പോന്നവളായിരുന്നു. ആ കാലത്ത് അവൾ ദീനം പിടിച്ച് മരിച്ചു. അവർ അവളെ കുളിപ്പിച്ച് ഒരു മാളിക മുറിയിൽ കിടത്തി. ലുദ്ദ യോപ്പയ്ക്ക് സമീപമാകിയാൽ പത്രോസ് അവിടെ ഉണ്ടെന്ന് ശിഷ്യന്മാർ കേട്ടു. നീ താമസിയാതെ ഞങ്ങളുടെ അടുക്കലോളം വരണമെന്ന് അപേക്ഷിപ്പൻ 2 ആളെ അവന്റെ അടുക്കൽ അയച്ചു. പത്രോസ് എഴുന്നേറ്റ് അവരോട് കൂടെ ചെന്നു. എത്തിയപ്പോൾ അവർ അവനെ മാളിക മുറിയിൽ കൊണ്ടുപോയി. അവിടെ വിധവമാർ എല്ലാവരും കരഞ്ഞും കൊണ്ട് തബീത്ത തങ്ങളോടുകൂടെ ഉള്ളപ്പോൾ ഉണ്ടാക്കിയ കുപ്പായങ്ങളും ഉടുപ്പുകളും കാണിച്ചും കൊണ്ട് അവന്റെ ചുറ്റും നിന്നു. അപ്പൊ തബീത്തയെ കുറിച്ചുള്ളതായ ഒരു വലിയ സാക്ഷ്യമാണ്. സബീത്തയെ കുറിച്ച് 36-ാമത്തെ വാക്യത്തിൽ പറയുന്ന അവൾ വളരെ സൽപ്രവൃത്തികളും ധർമ്മങ്ങളും ചെയ്തു പോന്നവളായിരുന്നു. അങ്ങനെയുള്ളതായ തബീത്ത മരിച്ചപ്പോൾ വിധവമാരായിരിക്കുന്ന ആളുകൾ എല്ലാവരും കരഞ്ഞും കൊണ്ട് തബീത്ത തങ്ങളോട് കൂടെ ഉള്ളപ്പോൾ ഉണ്ടാക്കിയ കുപ്പായങ്ങളും ഉടുപ്പുകളും ഒക്കെ കാണിച്ചുകൊണ്ട് അവന്റെ ചുറ്റും നിന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അന്നൊക്കെ വസ്ത്രത്തിന് ഒത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടമായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാം. കാരണം അങ്ങനെ ആളുകൾക്ക് മാന്യമായി വസ്ത്രം ധരിക്കാനായിട്ടുള്ള സാധ്യതകൾ ഇല്ലാതിരുന്നൊരു സമയത്ത്
ആവശ്യമായുള്ള വസ്ത്രം അവർക്ക് തബീത്ത ഒരുപക്ഷെ ഒരു തയ്യൽക്കാരി ആയിരുന്നിരിക്കാം എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അതിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരാളായിരുന്നു എന്ന് തോന്നുന്നു. എന്തായാലും തബീത്തയ്ക്ക് ഉണ്ടായിരുന്നതായിട്ടുള്ള കഴിവും സാധ്യതകളും ഉപയോഗിച്ച് വളരെ സൽപ്രവൃത്തികളും ധർമ്മങ്ങളും ചെയ്തു പോകുന്ന ഒരാളായിരുന്നു തബീത്ത എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, ഇത് ലേഖനങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ വിവിധ സഭകൾക്കും വ്യക്തികൾക്കും എഴുതുമ്പോൾ എഴുതുക മാത്രവുമല്ല, 1-ാം നൂറ്റാണ്ടിലെ വിശ്വാസികൾ അവര് ഈ കാര്യത്തിൽ വളരെ മുമ്പന്മാരായിരുന്നു എന്നും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നാം എവിടെ നിൽക്കുന്നു എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. ഈ കാര്യത്തിൽ നാം എവിടെ നിൽക്കുന്നു? ഇതിന് ഞാൻ വിചാരിക്കുന്നു ഈ ഒരു കാര്യത്തിൽ ആവശ്യമായിട്ടുള്ള ഉപദേശത്തിന്റെ ഒരു കുറവ് നമ്മളുടെ സഭയിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ സഭകളിൽ ഉണ്ടോ എന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട്. ഇതിനകത്ത് സകല സൽപ്രവൃത്തികൾക്കും തികഞ്ഞവനാകേണ്ടതിന് അത് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും ഒക്കെ പ്രയോജനമുള്ളതാകുന്നു എന്ന് നമ്മൾ തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ വായിച്ചു. അപ്പോൾ ദൈവവചനത്തിലൂടെ അതിന് വേണ്ടുന്നതായുള്ള ഉപദേശവും ശാസനയും ഒക്കെ കൊടുക്കേണ്ടത് ദൈവവചനം പഠിപ്പിക്കുന്ന ആളുകളുടെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ അത് കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. ഇവിടെ നാം ഓരോരുത്തരും, ഇത് വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ സൽപ്രവൃത്തികൾ ചെയ്യാനായിട്ടുള്ള ഒരു കൃപാവരം എന്ന് പറയുന്ന ഒരു കാര്യമില്ല. അത് എല്ലാവർക്കും ബാധകമായിട്ടുള്ളതും എല്ലാവരെ സംബന്ധിച്ചും ദൈവം ആഗ്രഹിക്കുന്നതും ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചു, നമ്മൾ മറ്റു ആളുകളെ ആരെയെങ്കിലും സഹായിക്കാനായിട്ട് താല്പര്യമുള്ള ആളുകൾക്ക് അവരുടെ പേര് എഴുതി നാം വെച്ചിരിക്കുന്നതായിട്ടുള്ള ബോക്സിൽ നിക്ഷേപിക്കുവാനായിട്ട് ആവശ്യപ്പെട്ട് അങ്ങനെ ഒരു അവസരം തുറന്നു കൊടുത്തുവെങ്കിൽ പോലും ഈ കഴിഞ്ഞ 2-3 മാസത്തിനിടയ്ക്ക് അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ ഒരു കവർ മാത്രമാണ് ലഭിച്ചത് എന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചു. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇങ്ങനെ സൽപ്രവൃത്തികളിൽ മുമ്പന്മാരായിരിക്കേണ്ടതിന്റെ ഒരു പ്രാധാന്യം നാം ഇതുവരെയും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളത് ആണ്. അങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നാം ദൈവിക പരിപാടിയിൽ പൂർണ്ണമായും ഉൾപ്പെട്ടിട്ടില്ലയോ, അല്ല എങ്കിൽ അത് സംബന്ധിക്കുന്നതായിട്ടുള്ള ഒരു നല്ല കാഴ്ചപ്പാട് നമുക്ക് ഇതുവരെയും വന്നിട്ടില്ലയോ എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അത് ഒരു ഭയനിർദ്ദേശമാണ്, ഭയപ്പെടേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ദൈവം നമുക്ക് ഓരോരുത്തർക്കും വിവിധ നിലകളിലുള്ളതായ കൃപാവരങ്ങളാണ് അല്ലെങ്കിൽ സാധ്യതകളാണ് നൽകിയിരിക്കുന്നത്. എല്ലാവർക്കും ഒരേ സാധ്യതകളല്ല, വിവിധ നിലയിലുള്ള സാധ്യതകളാണ് നൽകിയിരിക്കുന്നത്. എന്നാൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായിട്ടുള്ള സാധ്യതകൾ, അത് നമ്മളുടെ വിദ്യാഭ്യാസമാണെങ്കിലും, അത് നമ്മളുടെ ആരോഗ്യമാണെങ്കിലും, അത് നമ്മളുടെ പരിജ്ഞാനമാണെങ്കിലും, അത് നമ്മളുടെ സമ്പത്താണെങ്കിലും, അത് നമ്മളുടെ സമയമാണെങ്കിലും, എന്താണെങ്കിലും അത് ഉപയോഗിച്ചുകൊണ്ട് ദൈവസഭയെ, ദൈവജനത്തെ, അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ സേവിക്കുകയും സ്നേഹിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അങ്ങനെ സൽപ്രവൃത്തികളിൽ മുമ്പന്മാരായിരിക്കുവാൻ നാം ഏറെ ശ്രദ്ധിക്കണം. അപ്പോൾ മാത്രമാണ് നമ്മെ രക്ഷിച്ചതിന്റെ, നമുക്ക് വേണ്ടി കർത്താവ് മരിച്ചതിന്റെ ആ ഒരു ലക്ഷ്യം തന്നെ പൂർത്തീകരിക്കപ്പെടുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനു മുമ്പൊരിക്കൽ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു, നമുക്ക് ഈ സമൂഹത്തിലും സഭയിലും ചെയ്യാൻ കഴിയുന്നതായിട്ടുള്ള സൽപ്രവൃത്തികളെ സംബന്ധിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങളും ആലോചനകളും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തി പേര് എഴുതിയോ എഴുതാതെയോ അവിടെ വെച്ചിരിക്കുന്നതായിട്ടുള്ള ബോക്സിൽ നിക്ഷേപിക്കാം. എന്നാൽ അങ്ങനെയുള്ള അഭിപ്രായങ്ങളൊന്നും ഇതുവരെയും ലഭിച്ചില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇനി ഈ കാര്യത്തിൽ ഉപദേശമല്ല മറിച്ചൊരു ശാസന വേണോ എന്ന് ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു. കാരണം ശാസനയ്ക്കും ഒരു പ്രസക്തി ഉണ്ട് എന്ന് ദൈവജനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആരും പിണങ്ങുകയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മെ സംബന്ധിക്കുന്നതായിട്ടുള്ള ദൈവിക പരിപാടിക്ക് നാം ചേർന്ന് നിന്ന് പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ്. സഭയായി നമുക്ക് സഭയ്ക്കുള്ളിലും അതുപോലെ തന്നെ സഭയ്ക്ക് പുറത്തും ഉത്തരവാദിത്തങ്ങളുണ്ട് എന്നുള്ളത് നമുക്ക് മറക്കുവാനായിട്ട് പാടില്ല. നമ്മെ ക്രിസ്തുയേശുവിൽ സൃഷ്ടിച്ചിരിക്കുന്നതും നമ്മുടെ സഭായോഗങ്ങളും
അതുപോലെ തന്നെ നമ്മുടെ അലങ്കാരങ്ങളും ഇതെല്ലാം സൽപ്രവൃത്തികൾക്ക് വേണ്ടിയും സൽപ്രവൃത്തികൾ കൊണ്ടും ആയിരിക്കേണ്ടത് ആവശ്യമാണ്. സർവശക്തനായ ദൈവം ഈ മേഖലയിൽ നമ്മെ വരുന്ന കാലങ്ങളിൽ ധാരാളമായിട്ട് സഹായിക്കട്ടെ. അവന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.